കൊല്ലം പത്തനാപുരത്തെ വീട്ടിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഭാര്യ ഭർത്തൃബന്ധത്തിലെ പ്രശ്നങ്ങൾ അവരുടെ കുടുംബങ്ങളെ ഒന്നാകെ ബാധിക്കുന്നുണ്ട്. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപും ഭാര്യയും തമ്മിലുള്ള തർക്കം അമ്മായി അമ്മയുടെ ജീവനെടുത്തു. പ്രദീപ് ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും ഇരുമ്പ് വടി കൊണ്ട് ആക്രമിച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഭാര്യ മാതാവ് മരണത്തിന് കീഴടങ്ങി. മറ്റു രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യ രശ്മിയുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും യുവാവ് ആക്രമിച്ചത്. ആക്രമണത്തിനു ശേഷം പോലീസിൽ കീഴടങ്ങിയ കെ പുരം പൊന്നാട്ടിൽ പ്രദീപ് ഇപ്പോൾ റിമാൻഡിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ജയ മരിച്ചത്. മൂലക്കൽ ചേന്നംകുളങ്ങര റോഡിൽ വെച്ചാണ് പ്രദീപ് ഭാര്യ രേഷ്മയെയും ഭാര്യ പിതാവ് വേണുവിനെയും കയ്യിൽ കിട്ടിയിരുന്ന ഇരുമ്പ് വടികൊണ്ട് ആക്രമിച്ചത്. ഇതിനുശേഷം തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ജയയെ ആക്രമിച്ചു. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി താൻ ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കീഴടങ്ങിയത്. ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ടുനൽകാത്തതുമാണ് ഇയാളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ രേഷ്മ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. വേണുവിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദീപിനെതിരെ നേരത്തെ വധശ്രമത്തിനാണ് കേസെടുത്തത്. ജയയുടെ മരണത്തോടെ കൊലക്കുറ്റത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18